അർജുൻ നായങ്കിക്കെതിരെ കാപ്പ ചുമത്തി. കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ സമർപ്പിച്ച ശുപാർശ ജില്ലാ കളക്ടർ അംഗീകരിച്ചു. 7 വർഷത്തിനുള്ളിൽ 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർജുൻ നായങ്കി സമൂഹത്തിന് ഭീഷണിയാണെന്നാണ് വിലയിരുത്തൽ. പ്രതിയെ കരുതൽ തടങ്കലിൽ പാർപ്പിക്കാനും കളക്ടർ ഉത്തരവിട്ടു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ അർജുൻ നായങ്കി അറസ്റ്റിലായ സമയം തൊട്ട് കേൾക്കുകയാണ് കാപ്പ ചുമത്തുമെന്ന്. എന്തായാലും അതിപ്പോൾ നടന്നിരിക്കുന്നു അല്ലേ? മായ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള അർജുൻ നായങ്കി ഒടുവിൽ തുറങ്കിലേക്ക് പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരിക്കുന്ന ശുപാർശ അത് ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് അംഗീകരിച്ചിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു സംസ്ഥാന സമിതിയുടെ ഒരു സമിതിയുണ്ട്, ഒരു നിരീക്ഷണ സമിതിയുണ്ട്. ആ സമിതി അംഗീകരിക്കുന്നതോടുകൂടി ഈ കാപ്പ അത് പ്രാബല്യത്തിൽ വരും. എന്തായാലും ഈ സാധാരണ ഈ കളക്ടർ സമർപ്പിക്കുന്ന റിപ്പോർട്ട് അത് സംസ്ഥാന സമിതി അംഗീകരിക്കുന്നതാണ് പതിവ്. മറിച്ചൊരു തീരുമാനം സാധാരണഗതിയിൽ ഉണ്ടാകില്ല. ആ കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ കളക്ടറുടെ തീരുമാനം ഇപ്പോൾ അന്തിമമായി തന്നെ ഏകദേശം വന്നിരിക്കുകയാണ്. 7 വർഷത്തിനുള്ളിൽ നിരവധി ക്രിമിനൽ കേസുകൾ ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊലപാതക ശ്രമമടക്കം, വധശ്രമമടക്കം, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ നിരവധി സൈബർ ക്രൈമുകളും ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇയാൾ ഒരു സ്ഥിരം കുറ്റവാളിയാണ്, മാത്രമല്ല സമൂഹത്തിന് തന്നെ സ്വസ്ഥ വികാരത്തിന് ഭീഷണിയാണ് എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കാപ്പ ചുമത്തിയിട്ടുള്ളത്. മാത്രവുമല്ല ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റാനും ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. കരുതലിന്റെ ഭാഗമായി സമൂഹ മാധ്യമങ്ങളിലൂടെ ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഒടുവിലായി ഈ അർജുൻ നായങ്കി പിടിയിലാകുന്നു, കണ്ണൂരിൽ നിന്ന് പിടിയിലാക്കുന്നു. അതിനുശേഷം നിരവധി കേസുകളിൽ ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുകയാണ്. ചെറുതും വലുതുമായ 23ഓളം കേസുകൾ ഈ കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലും അർജുൻ നായങ്കിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ കേസുകളിലെല്ലാം വളരെ വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ. അതിന്റെ ഇടയിലാണ് ഇത്തരത്തിൽ കാപ്പ ചുമത്തിക്കൊണ്ടുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവുണ്ടായിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഈ കോതമംഗലം SHOനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ നിലവിൽ എറണാകുളത്തുള്ള അർജുൻ നായങ്കിയെ വീണ്ടും ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ പാർപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇയാൾ സമൂഹത്തിന് ഭീഷണിയാണ് എന്ന കാര്യമാണ് പ്രധാനമായും കളക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ടും അദ്ദേഹം ശരിവെക്കുകയും ചെയ്തു. എന്തായാലും CPMന്റെ മറപറ്റിയാണ് അർജുൻ നായങ്കി ഇത്തരം ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആദ്യം മുതൽക്ക് തന്നെ ശക്തമായിരുന്നു. പക്ഷേ അതിനിടയിൽ അർജുൻ നായങ്കിയെ തള്ളി CPM നേതൃത്വം തന്നെ രംഗത്തെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇനി അർജുൻ നായങ്കിക്ക് നിലനിൽപ്പില്ല എന്ന് മനസ്സിലായതോടെയാണ് ഇത്തരത്തിൽ പിടികൊടുക്കുന്ന രീതിയിലേക്ക് അർജുൻ നായങ്കി വീണ്ടും പോലീസിന്റെ മുമ്പിൽ വഴങ്ങിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ കേസിലടക്കം അന്വേഷണം ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. മറ്റു കേസുകളിലും സമാനമായി അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും ഇനി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അർജുൻ നായങ്കിക്ക് മടങ്ങാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അർജുൻ നായങ്കിക്ക് കുരുക്ക് വീണ്ടും മുറുക്കുകയാണ് പോലീസ്. എന്തായാലും നിയമവാഴ്ചയെ വെല്ലുവിളിച്ച അർജുൻ നായങ്കിയെ നഖശിഖാന്തം പൂട്ടുന്നൊരു കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കാപ്പ ചുമത്തിയുള്ള ഉത്തരവ് ഇപ്പോൾ ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. മാത്രമല്ല കരുതൽ തടങ്കിനുള്ള ഉത്തരവും ജയിൽ സൂപ്രണ്ടിന് ഇതിനോടകം നൽകിയിട്ടുണ്ട്. മായ. ശരി, ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.